നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സമൃദ്ധിയുടെ പൂവിളിയുമായി ഓണമെത്തുന്നതിന് മുന്നോടിയായി അത്തന്നാളിനെ വരവേറ്റ് തൃശൂരിൽ ഭീമൻ പൂക്കളമൊരുങ്ങി. തൃശൂരിൽ പുലിക്കളി മഹോത്സവത്തിന് കൊടിയേറി. നാലോണ നാളായ സെപ്റ്റംബർ 8-നാണ് ഇത്തവണ പുലിക്കളി. കണ്ടശങ്കടവ് ജലോത്സവത്തിന് കൊടികയറി. ഇത്തവണ സെപ്റ്റംബർ 6-നാണ്. കയ്പമംഗലം മുതുപീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി മരിച്ചു. വാർത്തകൾ വിശദമായി. സമൃദ്ധിയുടെ പൂവിളിയുമായി ഓണമെത്തുന്നതിന് മുന്നോടിയായി അത്തന്നാളിനെ വരവേറ്റ് തൃശൂരിൽ ഭീമൻ പൂക്കളമൊരുങ്ങി. വടക്കുംനാഥന്റെ തെക്കേ ഗോപുരങ്ങളിൽ തുടർച്ചയായ 18-ാം വർഷവും തൃശൂർ സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ അത്തപ്പൂക്കളം ഒരുങ്ങി. 60 അടി വ്യാസത്തിൽ 1500 കിലോ പൂക്കൾ ഉപയോഗിച്ചാണ് പടുകൂറ്റൻ പൂക്കളം ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി സൗഹൃദ കൂട്ടായ്മ ഈ കൂറ്റൻ പൂക്കളം ഒരുക്കുന്നതിന്റെ തയ്യാറെടുപ്പുകളിലായിരുന്നു. അത്തം ദിനത്തിൽ പുലർച്ചെ 3 മണി മുതൽ പൂക്കളം ഒരുക്കുന്നതിന്റെ ജോലികൾ ആരംഭിച്ചിരുന്നു. കൂട്ടായ്മയിലെ 150ഓളം പ്രവർത്തകർ ചേർന്ന് 6 മണിക്കൂറോളം നേരം നടത്തിയ കഠിനാധ്വാനത്തിനൊടുവിൽ പിറന്നത് അക്ഷരാർത്ഥത്തിൽ പൂക്കളാൽ തീർത്ത വർണ്ണവിസ്മയമായിരുന്നു. കോവിഡ് പ്രളയകാലത്ത് 2 തവണ മാത്രമാണ് പൂക്കളം ഒരുക്കാനാകാതെ പോയത്. പണപ്പിരിവ് നടത്താതെ കൂട്ടായ്മയിലെ അംഗങ്ങൾ സ്വന്തം പോക്കറ്റിൽ കാശ് മുടക്കിയാണ് പൂക്കൾ വാങ്ങുന്നത്. ഇത്തവണ അത്തപ്പൂക്കളത്തോടൊപ്പം വിപുലമായ പരിപാടികളാണ് സൗഹൃദ കൂട്ടായ്മ നടത്തുന്നത്. പൂക്കളം കാണാനും ചിത്രങ്ങൾ എടുക്കുവാനും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേരാണ് തെക്കേ ഗോപുരനടയിലേക്ക് ഒഴുകിയെത്തുന്നത്. തൃശൂരിൽ പുലിക്കളി മഹോത്സവത്തിന് കൊടിയേറി. നാലോണ നാളായ സെപ്റ്റംബർ 8-നാണ് ഇത്തവണ പുലിക്കളി. തൃശൂർ നടുവിലായിൽ കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷി കലാകാരന്മാരുടെ കൂട്ടായ്മയായ കോലഴി പൂമ്പാറ്റ കലാപീഠത്തിലെ മേളക്കാരുടെ പുലിതാളത്തിൽ പശ്ചാത്തലത്തിലായിരുന്നു കൊടിയേറ്റ്. പുലികളിയുടെ നടത്തിപ്പിനായി കോർപ്പറേഷൻ ഒരുങ്ങിക്കഴിഞ്ഞെന്ന് മേയർ പറഞ്ഞു. ഇത്തവണ ഓരോ ടീമിനും തൃശൂർ കോർപ്പറേഷന്റെ 3,20,000 രൂപ വീതമാണ് ധനസഹായം നൽകുന്നത്. ഇതിന്റെ അഡ്വാൻസ് തുക കഴിഞ്ഞ ദിവസം ഓരോ ടീമിനും നൽകി കഴിഞ്ഞതായി മേയർ അറിയിച്ചു. തൃശൂരിന് ഇനി വരാൻ പോകുന്നത് ഉത്സവ നാളുകൾ ആണെന്നും മേയർ കൂട്ടിച്ചേർത്തു. നാലോണ നാളായ സെപ്റ്റംബർ 8-നാണ് ഇത്തവണ പുലിക്കളി നടക്കുന്നത്. 9 ടീമുകൾ സ്വരാജ് റൗണ്ടിൽ മാറ്റിവരയ്ക്കാൻ എത്തുമെന്നും മേയർ അറിയിച്ചു. കണ്ടശങ്കടവ് ജലോത്സവത്തിന് കൊടികയറി. ഇത്തവണ സെപ്റ്റംബർ 6-നാണ്. ചീഫ് മിനിസ്റ്റേഴ്സ് എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള കണ്ടശങ്കടവ് ജലോത്സവത്തിന് കൊടിയേറി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കൊടി ഉയർത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, മറ്റ് ജനപ്രതിനിധികൾ, സംഘാടകരായ KV വിനോദൻ, VN സുർജിത്, VK കാർത്തികേയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്ന് വൈകിട്ട് 4-ന് അത്തം ഘോഷയാത്ര നടക്കും. സെപ്റ്റംബർ 6-നാണ് ജലോത്സവം നടക്കുന്നത്. കയ്പമംഗലം മുതുപീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി മരിച്ചു. കയ്പമംഗലം വഴിയമ്പലം കുറ്റിക്കാട് ക്ഷേത്രത്തിന് സമീപം കളപ്പുരയ്ക്കൽ സൂരജിന്റെ ഭാര്യ 32 വയസ്സുള്ള ഐശ്വര്യയാണ് മരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയിലായിരുന്നു മരണം. ഇന്നലെ ഉച്ചയ്ക്ക് 11:45 മൂന്നുപീടിക തെക്കേ ബസ് സ്റ്റോപ്പിനടുത്തായിരുന്നു അപകടം. കാസർഗോഡ് നിന്ന് കൊച്ചിയിലേക്ക് പോകിരുന്ന ടാങ്കർ ലോറിയുടെ പിൻവശം സ്കൂട്ടറിൽ തട്ടിയായിരുന്നു അപകടം. സ്കൂട്ടറിൽ നിന്ന് റോഡിലേക്ക് വീണ ഐശ്വര്യയുടെ ദേഹത്ത് കൂടെ ലോറിയുടെ ടയർ കയറി ഇറങ്ങുകയായിരുന്നു. സ്കൂട്ടറിൽ ഐശ്വര്യയുടെ കൂടെ ഉണ്ടായിരുന്ന ഭർത്തൃപിതാവും മോഹനനും പരിക്കേറ്റിരുന്നു. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കാരുണ്യത്തിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും മാതൃത്വത്തിന്റെയും പ്രതീകമാണ് മദർ തെരേസയെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദു. മദർ തെരേസ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാമൂഹ്യനീതി വകുപ്പ് ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ മദർ തെരേസ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ ലോകത്ത് ആരും അനാഥരല്ലെന്ന് ഉദ്ഘോഷിച്ച ഉന്നത വ്യക്തിയായിരുന്നു മദർ തെരേസയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 199 വൃദ്ധസദനങ്ങൾ, 34 PH ഹോമുകൾ, 6 സംരക്ഷണ ഭവനങ്ങൾ ഉൾപ്പെടെ 239 ക്ഷേമ സ്ഥാപനങ്ങൾക്കാണ് സാമൂഹിക നീതി വകുപ്പിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഓർഫനേജ് കൺട്രോൾ ബോർഡിൽ നിന്ന് ഗ്രാന്റ് നൽകി വരുന്നതെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ 27 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന
ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് സീനിയർ സൂപ്രണ്ട് ജോയ്സി സ്റ്റീഫനെ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആദരിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ എൻ അലി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ റെജി ജോയ്, ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പർ MK സിനുകുമാർ, ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ KR പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ക്ഷേമകാര്യ സ്ഥാപനങ്ങളിലെ താമസക്കാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഏതോ ഒരു ഭൂഖണ്ഡത്തിൽ, അന്യമായ ഭൂഖണ്ഡത്തിൽ ജനിച്ച, അൽബേനിയയിൽ ജനിച്ച മദർ തെരേസ ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ കുഷ്ഠരോഗികൾ ഉൾപ്പെടെയുള്ള ചേരി നിവാസികളെയും മാറാരോഗങ്ങളെല്ലാം ബാധിച്ച മനുഷ്യരെയും എല്ലാം ചേർത്ത് പിടിച്ച് ആത്മാർത്ഥതയോടെ പരിചരിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ സംരക്ഷണവും പിന്തുണയും നൽകി മുന്നോട്ടു പോയ മദർ തെരേസയാണ് ലോകത്തിൽ ഏറ്റവും അധികം പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള വനിത. സപ്ലൈകോ ജില്ലാതല ഓണം ഫെയർ മന്ത്രി K രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ തേക്കിങ്ങാട് മൈതാനത്തെ തെക്കേ ഗോപുരനടയിൽ തുടങ്ങിയ സപ്ലൈകോ ഓണം ഫെയറിന്റെ സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറിന്റെ ഉദ്ഘാടനം റവന്യൂ ഭവന വകുപ്പ് മന്ത്രി K രാജൻ നിർവഹിച്ചു. ഓണം ഫെയർ നാടിനാകെ അഭിമാനമായി മുന്നോട്ട് പോകുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. നിലവിൽ സപ്ലൈകോയിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾക്ക് പുറമെ റേഷൻ കാർഡിലൂടെ സബ്സിഡി നിരക്കിലും സബ്സിഡി ഇതര സാധനങ്ങൾ മിതമായ നിരക്കിലും മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ MRP വിലയിൽ നിന്നും 5 മുതൽ 50% വരെ വിലക്കുറവിലും സപ്ലൈകോയുടെ ഓണം ഫെയറിൽ നിന്ന് ലഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആകർഷകമായ വിലയിൽ 18 സാധനങ്ങളടങ്ങിയ സമൃദ്ധി കിറ്റ്, 10 സാധനങ്ങളടങ്ങിയ മിനി സമൃദ്ധി കിറ്റ്, 9 സാധനങ്ങളടങ്ങിയ ശബരി സിഗ്നേച്ചർ കിറ്റ്, ഗിഫ്റ്റ് കാർഡ്, കൂപ്പൺ തുടങ്ങിയ നല്ല സ്കീമുകളും ഓണം ഫെയറിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. ചടങ്ങിൽ മന്ത്രി K രാജൻ തൃശൂർ സ്വദേശിനി ജയന്തിക്ക് നിത്യോപയോഗ സാധനങ്ങളടങ്ങിയ കിറ്റ് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ഓണം ഫെയർ സെപ്റ്റംബർ 4 വരെ തുടരും. ദേശമംഗലത്ത് പാറമടയിൽ ഉടമയായ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മലബാർ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം താമസിക്കുന്ന പൂക്കോഴി മുണ്ടത്ത് വീട്ടിൽ രവിയാണ് മരിച്ചത്. മോട്ടോർ കേടുവന്നതിനെ തുടർന്ന് നന്നാക്കാനായി പോയതായിരുന്നു. ഏറെ വൈകിട്ടും കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് വെള്ളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പാവറട്ട് പെരിങ്ങാട് സ്വദേശിയായ ബാർ ജീവനക്കാരനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. വരടിയം ചീരക്കാട്ടുകുഴി രാഹുലിനെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. കഴിഞ്ഞ 16-നാണ് കേസിനാസ്പദമായ സംഭവം. ബാറിലുണ്ടായ തർക്കത്തെ തുടർന്ന് കയ്യിലുണ്ടായ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് ബാർ ജീവനക്കാരനെയും സഹപ്രവർത്തകരെയും കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തൃശൂർ ഈസ്റ്റ് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണ് ഇയാൾ. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളോടെ ഡയാലിസിസ് വാർഡ് തുറന്നു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ആയുരാരോഗ്യ സൗഖ്യം എന്ന പദ്ധതിയുടെ സഹകരണത്തോടെ 60 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ വാർഡ് ഒരുക്കിയത്. നേരത്തെ 12 ഡയാലിസിസ് മെഷീനുകളാണ് ആശുപത്രിയിൽ പ്രവർത്തിപ്പിച്ചിരുന്നത്. ദിവസം 20 പേർക്കാണ് ഡയാലിസിസ് സേവനം നൽകുന്നത്. വിദഗ്ധ ഡോക്ടർമാർക്ക് കീഴിൽ 4 നഴ്സുമാരും 7 ടെക്നീഷ്യന്മാരും യൂണിറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്. വോട്ടുകൊള്ളക്കാരിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കുകയെന്ന ആവശ്യവുമായി SDPI തൃശൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പടിഞ്ഞാറേക്കോട്ടിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് കവാടത്തിൽ ബാരിക്കോഡ് നിർത്തി പോലീസ് തടഞ്ഞു. തുടർന്ന് മുദ്രാവാക്യ വിളികളുമായി പ്രവർത്തകർ ബാരിക്കോഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പ്രതിഷേധ യോഗം SDPI ജനറൽ സെക്രട്ടറി KK അബ്ദുൾ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു. അജ്മൽ ഇസ്മായിൽ, TM അക്ബർ തുടങ്ങിയവർ സംസാരിച്ചു. വിയൂർ യുവജന സംഘം പുലിക്കളി സമിതിയുടെ കൊടിയേറ്റം കോർപ്പറേഷൻ കൗൺസിലർ ഡാനിയൽ ജോൺ നിർവഹിച്ചു. പുലിക്കളി സംഘം ഭാരവാഹികളായ സുമേഷ്, KK ദാസൻ, AK ജയകൃഷ്ണൻ, സ്മിനി ഷിജോ എന്നിവർ നേതൃത്വം നൽകി. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷയായി. മുൻ MP TN പ്രതാപൻ, NS വിജയൻ, KM നാസർ, ബൈജു കൊണ്ടപ്പശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. എടത്തിരുത്തിയിൽ വിസ്മയ കാഴ്ചയൊരുക്കി ചെണ്ടുമല്ലിപ്പാടം. എടത്തിരുത്തി വിത്തുൽപാദന കേന്ദ്രത്തിലാണ് ചെണ്ടുമല്ലി പൂത്തുലഞ്ഞു നിൽക്കുന്നത്. സീഡ് ഫാമിലെ ജീവനക്കാരാണ് ഓണവിപണി ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലി കൃഷി ചെയ്ത് നേട്ടം കൊയ്തത്. എടത്തിരുത്തി വിത്തുൽപാദന കേന്ദ്രത്തിനോട് ചേർന്ന സ്ഥലത്ത് മീൻവാളത്തൽ കുളത്തിന് ചുറ്റുമാണ് പൂക്കൃഷി ഒരുക്കിയിരിക്കുന്നത്. 2000 ഗ്രോ ബാഗുകളിലായാണ് ചെണ്ടുമല്ലി പൂത്തു നിൽക്കുന്നത്. സീഡ് ഫാമിലെ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ തൊഴിലാളികളാണ് ചെണ്ടുമല്ലി നട്ടുവളർത്തിയത്. കുളത്തിന് ചുറ്റും ചെണ്ടുമല്ലി പൂത്തു നിൽക്കുന്നത് നയനമനോഹര കാഴ്ചയാണ്. രാവിലെ നടന്ന ലളിതമായ ചടങ്ങിൽ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് നടത്തി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ
മഞ്ജുള അരുണൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ കൃഷി ഓഫീസർ എസ് മിനി, കൃഷി അസിസ്റ്റന്റ് ബി പ്രതീഷ്, മറ്റ് ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ചടങ്ങിൽ പങ്കെടുത്തു. ഇത്രയും മനോഹരമായി ഈ കുളത്തിന് ചുറ്റും കൂടി ചെണ്ടുമല്ലി കൃഷി ചെയ്ത പ്രതീഷിനെയും അതേമാതിരി നമ്മുടെ സൂപ്രണ്ടിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇതിന് സഹകരിച്ച നമ്മുടെ സ്റ്റാഫുണ്ട്, ഇവിടെ ഒരുപാട് വനിതകളുണ്ട്. അവരൊക്കെ വളരെ ഭാവനയോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. എത്ര മനോഹരമായിട്ട് കണ്ടിട്ട് എനിക്ക് വീണ്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തൊരു ഭംഗിയാണ്. ചെണ്ടുമല്ലിയൊക്കെ വളരെ വലിപ്പമുള്ള ചെണ്ടുമല്ലിയാണ് പൂത്തു നിൽക്കുന്നത്. വിപണനം നടത്തുക തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഇതിനു മുൻപും ഇവിടെ ഫാമിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൃഷി ചെയ്തിരുന്നു. എള്ള്, തിന, ചോളം, പുല്ല്, കോറ എന്ന് പറയും. അങ്ങനെ ഒരുപാട് തരം കൃഷികൾ നമ്മുടെ പ്രതീക്ഷ കൃഷി ഇവിടെ ചെയ്താണ്. അപ്പോൾ പ്രതീക്ഷിനെ എന്തായാലും ഇവിടെ തന്നെ നിർത്തി നമ്മുടെ എടത്തുരുത്തി ഫാം തൃശ്ശൂർ ജില്ലയിൽ 9 ഫാമുകൾ ഏറ്റവും നല്ല ഫാമാക്കി മാറ്റിയെടുക്കുവാനുള്ള ശ്രമം നമ്മൾക്ക് നടത്തണം. ഓണത്തിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ചെണ്ടുമല്ലി കൃഷിയിൽ നൂറുമേനി വിസ്മയം തീർത്തിയിരിക്കുകയാണ് ഒരു വനിതാ കർഷക. കഴിമ്പ്രം പാട്ടുകുളങ്ങര നരിക്കുഴി പറമ്പിൽ അബ്ദുൽ സലീമിന്റെ മകളും കർഷകയുമായ സുമയ്യയാണ് പരീക്ഷണ കൃഷിയിൽ 100 മേനി സ്വന്തമാക്കിയത്. കഴിമ്പ്രം പാട്ടുകുളങ്ങര കാർത്തിയായനി ക്ഷേത്രത്തിന് സമീപമുള്ള സ്ഥലത്താണ് സുമയ്യയുടെ പൂക്കൃഷി. വലപ്പാട് കൃഷിഭവനിൽ നിന്നും ലഭിച്ച 500ഓളം ഹൈബ്രിഡ് തൈകളാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. മഞ്ഞ, ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കൃഷിയിടം സന്ദർശകർക്ക് കൗതുക കാഴ്ചയൊരുക്കുന്നുണ്ട്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷത്തെ മികച്ച കർഷകയായി തെരഞ്ഞെടുക്കപ്പെട്ട സുമയ്യ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാർഷിക മേഖലയിൽ സജീവമാണ്. ഓണവിപണിയെ ലക്ഷ്യമാക്കി ചെയ്ത പൂക്കൃഷിയുടെ വിളവെടുപ്പ് എത്രയും വേഗം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സുമയ്യ. ചെണ്ടുമല്ലി കൃഷിയിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കടന്നത്. ഈ വർഷം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു 500 തൈ എടുത്തിട്ടാണ് ചെയ്തത്. തൈകൾ നമുക്ക് കൃഷിഭവൻ്റെ വഴിയാണ്. കൃഷിഭവൻ വഴി കിട്ടിയ തൈകളാണ്. 500 തൈയാണ് ഞാൻ എടുത്തത്. വാടാമല്ലിയും കുറച്ച് ചെയ്തു, പക്ഷേ വാടാമല്ലി ഫ്ലോപ്പായി പോയി. അല്ല, അറിയാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് അത്യാവശ്യം ചെടികൾ വളർത്തുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഇത് ചെയ്തു. പിന്നെ കുറേ സെർച്ച് ചെയ്തു ഇതേക്കുറിച്ച്. പലരും ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസുകൾ കണ്ടിട്ടും അങ്ങനെയൊക്കെ സെർച്ച് ചെയ്തു. അങ്ങനെയാണ് ഇറങ്ങിയത്. അടുത്ത വർഷം ഇത്തിരി വിപുലമായി ചെയ്യണം എന്നാണ് ആഗ്രഹം. ഈ വർഷം വിജയിച്ചപ്പോൾ പച്ചക്കറി കൃഷി ചെയ്തിരുന്നു. ഈ വർഷത്തെ വലപ്പാട് പഞ്ചായത്തിൻ്റെ ഏറ്റവും മികച്ച പച്ചക്കറി കൃഷിക്കുള്ള അവാർഡ് എനിക്കായിരുന്നു. ഇല്ല, കഴിഞ്ഞ വർഷം ഞാനിത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പറ്റിയൊരു സ്ഥലം കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാഞ്ഞത്. അമ്പലത്തിൻ്റെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ നന്നായിട്ടൊക്കെ പറഞ്ഞു ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ചെയ്യാൻ എടുത്തത്. പിന്നെ ഇപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് 500 തൈയിൽ ഒതുക്കിയത്. പൂവ് അല്ല, കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. സ്കൂളുകാർ, ആൽഫക്കാർ, അങ്ങനെ കുറേ കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവർ ബൾക്കായിട്ട് ചോദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മുടെ നാട്ടിൽ വിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമൃദ്ധിയുടെ പൂവിളിയുമായി ഓണമെത്തുന്നതിന് മുന്നോടിയായി അത്തന്നാളിനെ വരവേറ്റ് തൃശൂരിൽ ഭീമൻ പൂക്കളമൊരുങ്ങി. തൃശൂരിൽ പുലിക്കളി മഹോത്സവത്തിന് കൊടിയേറി. നാലോണ നാളായ സെപ്റ്റംബർ 8-നാണ് ഇത്തവണ പുലിക്കളി. കണ്ടശങ്കടാവ് ജലോത്സവത്തിന് കൊടികയറി. ഇത്തവണ സെപ്റ്റംബർ 6-നാണ്. കയ്പമംഗലം മുൻപീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി മരിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.